ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 3 ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന രീതിയിൽ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, ഞാനിവിടെ നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും നേന്ത്രപ്പഴം ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടും. കണ്ടോ, ഇപ്പോൾ ഈ നേന്ത്രപ്പഴം വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയിലേക്ക് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കോഴിമുട്ടയിൽ പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കോഴിമുട്ടയിൽ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴല്ലേ അത് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 ഇതുപോലെ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈയൊന്ന് തുടച്ചിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ നേന്ത്രപ്പഴം ഇപ്പോൾ 1/4 ഭാഗത്തോടെ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴേക്കും മുഴുവനായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസൊക്കെ നല്ലപോലെ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. ആ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എപ്പോഴും നമ്മൾ പഴം വെച്ചിട്ട് പഴംപൊരിയൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്